അപ്പോൾ NRIക്ക് പിന്നെ വേറെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറയുന്നത് NRIക്ക് ഈ NRE ഡെപ്പോസിറ്റ്സുകൾ ഉണ്ടാവും. ചിലപ്പോൾ വലിയ കോടിക്കണക്കിന് രൂപയുടെ ഡെപ്പോസിറ്റ്സുകൾ ഉണ്ടാവും. അതൊന്നും ഇവിടെ ടാക്സബിൾ അല്ല. അതായത് അതിന് എക്സംഷൻ ഉണ്ടല്ലോ, സെക്ഷൻ 10 പ്രകാരം എക്സംഷൻ ഉണ്ട്. അതിന് ഇൻട്രസ്റ്റ് ഇവിടെ ടാക്സബിൾ അല്ല. പക്ഷേ ഇതിൽ പലപ്പോഴും ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് NRIs ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന, അല്ലെങ്കിൽ NRIസിന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതായത് NRIക്ക് ഒരു 10 കോടി അല്ലെങ്കിൽ 1 കോടി, ഒരു 50 ലക്ഷത്തിൻ്റെ 10 ലക്ഷത്തിൻ്റെയൊക്കെ FD ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നോർമലി വേറൊരു വരുമാനവും ഇല്ല, വേറെ ഒന്നുമില്ല. അതായത് NRE FD ഉണ്ട് ഇവരുടെ കയ്യിലൊക്കെ. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എബൌട്ട് 10 lakhs FDകളുള്ളതൊക്കെ ട്രാക്ക് ചെയ്യും. അപ്പോൾ ട്രാക്ക് ചെയ്യുമ്പോൾ അടുത്ത മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ റിട്ടേൺ ഫയൽ ചെയ്യണില്ല എന്ന് വിചാരിക്കും. ഇവർ റിട്ടേൺ ഫയൽ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ നോട്ടീസ് അയക്കും. അതായത് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും ഇത് NRE FD ആണോ സാധാരണ FD ആണോ എന്നൊന്നും കാണുന്നില്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കാണുന്നത് ഒരാൾക്ക് 10 ലക്ഷത്തിന് രൂപയെക്കാട്ടും കൂടുതൽ FD ഉണ്ട്, അയാൾ റിട്ടേൺ ഫയൽ ചെയ്യണില്ല. പക്ഷേ ഇയാൾ ഫയൽ ചെയ്യാത്തതിൻ്റെ റീസൺ ഇത് NRE FD ആണ്, ഇത് ടാക്സബിൾ അല്ല എന്നുള്ളൊരു ആംഗിളിലാണ് ഫയൽ ചെയ്യാത്തത്. അപ്പോൾ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നോട്ടീസ് വരാനുള്ള സാധ്യതകളില്ല.